ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത് ഓപ്ഷൻ ബൈങ്ങിൽ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഞാനൊരു കാര്യം ക്ലിയർ ആക്കാം. ഈ വീഡിയോക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രത്യേക ജാക്ക്പോട്ട് സ്ട്രാറ്റജി ഒന്നുമല്ല. അതായത് ഇത് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അതായത് ഓപ്ഷൻ ബൈങ്ങിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. തുടർന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോസിനകത്ത് ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. കാരണം ഇതിൽ ഒറ്റ വീഡിയോക്കകത്ത് കവർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കല്ല. വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ബാക്കി എപ്പിസോഡായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് അങ്ങനെ മാത്രം കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഇത് കണ്ടു നോക്കാവുന്നതാണ്. ഓപ്ഷൻ ബൈങ് എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സെഗ്മെൻ്റ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ റിസ്ക് മാനേജ് ചെയ്യാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതായത് ഫണ്ട് മാനേജ്മെൻറ്റ്. നിങ്ങൾ ആദ്യമേ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഫണ്ട് മാനേജ്മെൻ്റ് ആണ്. ഓപ്ഷൻ ബൈങ് ചെയ്യുന്ന ആൾക്കാരുടെ ഫണ്ട് മാനേജ്മെൻറ്റ് പക്ക ആയിരിക്കണം. ഓപ്ഷൻ ബൈങ് എന്ന് പറഞ്ഞാൽ പക്ക ഒരു ബിസിനസ് മൈൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഫണ്ട് മാനേജ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ഫണ്ട് മാനേജ്മെൻറ്റ് കപ്പാസിറ്റി വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഓപ്ഷൻസിൽ വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഒരുപാട് സ്ട്രാറ്റജികൾ മാറ്റി മാറ്റി ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാലും നിങ്ങൾ ഓവറോൾ പ്രോഫിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്താൽ മതി, സ്ട്രാറ്റജിയുടെ കുഴപ്പമല്ല. അതായത് ഒറ്റ കാര്യം എന്ന് പറയുള്ളൂ, ഒരു പ്രത്യേക സ്ട്രാറ്റജി ഓപ്ഷൻ ബൈങ്ങിൽ ഒരു ജാക്ക്പോട്ട് ആയിട്ടുള്ള സ്ട്രാറ്റജി, ഇന്ന സ്ട്രാറ്റജി ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ബൈങ്ങിൽ പ്രോഫിറ്റ് ആക്കാമെന്ന് പറഞ്ഞ സംഭവമില്ല. ഓപ്ഷൻ ബൈങ്ങിൽ പ്രോഫിറ്റ് ആകുന്നത് ഒന്ന് ഫണ്ട് മാനേജ്മെൻറ്റും, രണ്ട് കൃത്യമായിട്ട് റിസ്ക് റിവാർഡും കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഒരിക്കലും പ്രോഫിറ്റ് ആകാൻ പറ്റത്തില്ല. അല്ലാതെ പ്രോഫിറ്റബിൾ ആകുന്നുള്ള ആൾക്കാരുടെ കാര്യം നമുക്കറിയത്തില്ല. അങ്ങനത്തെ ആൾക്കാർ ഹൈലി എക്സെപ്ഷൻ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഭയങ്കര സ്കില്ല്, ഭയങ്കര ടാലൻ്റുള്ള ആൾക്കാരായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് ഓപ്ഷൻ ചെയ്യുന്നതാണ് പറഞ്ഞത്. അതായത് ഓപ്ഷൻ ചെയ്യുന്ന സ്ട്രാറ്റജി അല്ല പറയാൻ പോകുന്നത്. ഞാൻ സ്ട്രാറ്റജി ബേസിലല്ല ഞാൻ ഓപ്ഷൻ ചെയ്യുന്നത്. ഞാൻ ഓപ്ഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിക്കോഷൻസും എങ്ങനെയാണ് ഓപ്ഷൻ ബൈയിങ് എന്നുള്ള സംഭവം നമുക്ക് പ്രോഫിറ്റബിൾ ആയിക്കൊണ്ട് വരാം എന്നതിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അടുത്ത വീഡിയോക്കകത്ത് ഞാൻ പറയുന്നതായിരിക്കും. ആദ്യം തന്നെ ഞാൻ ഓപ്ഷൻ ചെയ്യാനുള്ള ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സ്റ്റോക്സിൻ്റെ ഒരു 40% പൈസയാണ്. അതായത് സ്റ്റോക്സ് ചെയ്ത് കിട്ടുന്ന ലാഭത്തിൻ്റെ 40% പൈസ മാത്രമേ ഉള്ളൂ ഒരു മാസത്തേക്ക് ഞാൻ ഓപ്ഷൻ ബൈയിങ് ചെയ്യാൻ വേണ്ടിയുള്ള മാക്സിമം സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിന് തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ മാക്സിമം ലോസ് എന്ന് പറയുമ്പോൾ അത്രയും രൂപയാണ്. ആ മാക്സിമം ലോസ് എനിക്ക് അവിടെ നഷ്ടപ്പെട്ട് പോയാൽ പോലും ഞാൻ ഓവറോൾ സ്റ്റോക്സിന് അത് പ്രോഫിറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നഷ്ടം വരത്തില്ല. അപ്പോൾ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇങ്ങനത്തെ സംഭവമാണ്. അതായത് നിങ്ങൾക്ക് ഒരു ജോബോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് മാത്രം ഒരു മാസത്തേക്കുള്ള സ്റ്റോപ്പ് ലോസ് കണക്കാക്കി ഓപ്ഷൻസിന് വേണ്ടി കരുതി വെക്കുക. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് നിങ്ങൾക്ക് ലോസ് ഉണ്ടായപ്പോൾ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലോസ് ഉണ്ടായാൽ പോലും ആ ലോസ് നിങ്ങൾക്ക് ടാലിയാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ഇൻകം ഉറപ്പായിട്ടും വേണം. ഒന്നെങ്കിൽ ജോലിയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സെഗ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫണ്ട് ഫ്ലോ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ഒരിടത്ത് ലോസ് വന്നാൽ നിങ്ങൾക്ക് അത്ര മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് വലിയ ലോസോട്ട് പോകുന്നുള്ള പേടി വരത്തില്ല. നിങ്ങളുടെ ട്രേഡ് മുടങ്ങി പോകുന്നുള്ള പേടി വരത്തില്ല. അങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നം നിങ്ങൾക്ക് വരുമെന്നുള്ള പേടി നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും. അതാണ് രണ്ടാമത് വേണ്ട കാര്യം. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നിങ്ങളുടെ ട്രേഡിംഗ് മൈൻഡ് സെറ്റിനെ അത് അഫക്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾക്കൊരു SIP നിങ്ങൾക്ക് ഉറപ്പായിട്ട് വേണം. അതായത് നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ ഒരു പെർസെൻറ്റേജ് എടുത്ത് മാറ്റി വെച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾ SIP ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് അടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നീട് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണം. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഷോർട്ട് ടൈമിൽ നിങ്ങൾ ലോസ് ആയാൽ പോലും, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ലോസ് ആയാൽ പോലും, ഇൻ കേസ് നിങ്ങൾ ഓപ്ഷൻസിൽ അല്ലെന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിൽ മറ്റ് ട്രേഡുകൾ ചെയ്ത് ലോസ് ആയി കഴിഞ്ഞാൽ പോലും ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലോസുകളെല്ലാം കവർ ചെയ്ത് പ്രോഫിറ്റബിൾ ആയി പോകാൻ വേണ്ടി ഉള്ളൊരു പ്രിക്കോഷനാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പം ഈ 2-3 കാര്യങ്ങൾ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ചെയ്യണം. പിന്നീട് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ സ്ട്രാറ്റജി മറ്റു കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഈ 4-5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ ലോസ് വരാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്ത് നോക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആവും. പക്ഷേ പല ആൾക്കാരും ഇങ്ങനെയല്ല ചെയ്യുന്നത്. അവർ ഒന്നെങ്കിൽ ഒരു സിംഗിൾ ഇൻകം സോഴ്സ് കാണും, അതിൻ്റെ മെജോറിറ്റി പൈസ കൊണ്ടുപോയി ഓപ്ഷൻസ് അത് കൊണ്ടിടും. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ ഒരു ഫോർമാറ്റ് ചെയ്യാനുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ കേസ് ലോസ് വന്നാൽ പോലും നിങ്ങളുടെ ലോസ് ടാലി ആയി പോയിക്കോളും. അതല്ല നിങ്ങൾ അഗ്രസീവായിട്ടാണ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും മൊമെൻറ്റ് നിങ്ങൾക്ക് പണി കിട്ടുകയും ചെയ്യും, നല്ല ലോസ് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അത് തിരിച്ചടിക്കാൻ പറ്റാത്ത അവസ്ഥയോട്ട് നിങ്ങൾ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഓപ്ഷൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്ഷൻസിൽ ഒരു പെർസെൻറ്റേജ് പൈസ മാത്രം വെച്ച് നിങ്ങൾ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വന്നാൽ വലിയ നഷ്ടം ഉണ്ടാകത്തുമില്ല. പക്ഷേ ലാഭം വന്നാൽ ഹ്യൂജ് ലാഭം ഉണ്ടാവുകയും ചെയ്യും. അതാണ് നിങ്ങൾ ഓപ്ഷൻ ബൈങ്ങിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സംഭവം. ബാക്കിയുള്ള സംഭവമല്ല, പിന്നെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും സ്ട്രാറ്റജിയൊക്കെ പിന്നീട് വരുന്ന സംഭവമാണ്. അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, എന്ത് വന്നാലും നമ്മൾ ലോസിൽ പോകാൻ പാടില്ല. ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത്. ലോസിൽ പോകാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട സംഭവം. അതിന് ശേഷമേ ഉള്ളൂ പിന്നീട് പ്രോഫിറ്റിലോട്ട് ചിന്തിക്കാൻ പോലും പാടുള്ളൂ. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ബൈങ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യമേ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ലോസാണ് കൺട്രോൾ ചെയ്ത് ഒരിക്കലും നിങ്ങൾ ലോസ് പോകാതിരിക്കുന്ന ഒരു അവസ്ഥയോട്ട് നിങ്ങൾ എത്തി. ഇനിയാണ് നിങ്ങൾ സ്ട്രാറ്റജി കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആളാണ് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ, സ്കാൽപ്പിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ, അങ്ങനത്തെ ആളാണോ നിങ്ങൾ ആദ്യമേ കണ്ടെത്തുക.
എന്നിട്ട് നിങ്ങൾക്ക് അതനുസരിച്ചുള്ള സ്ട്രാറ്റജി നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് സ്കാൽപ്പിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ സ്കാൽപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രാറ്റജികൾ, ടെക്നിക്കുകളൊക്കെ നിങ്ങൾ പഠിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ട് റാലി ചെയ്യാനുള്ള മൈൻഡുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രാറ്റജികൾ നിങ്ങൾ കണ്ടുപിടിക്കുക. നല്ല റിസ്ക് റിവാർഡ് എങ്ങനെ എടുക്കുക എന്നുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോൾ ഇതാണ് കൃത്യമായിട്ട് പഠിക്കേണ്ട രീതി. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ലോസ് വരാനുള്ള ടെക്നിക്സ് ആദ്യം ചെയ്തു. പിന്നീട് നിങ്ങൾ ചെയ്ത കാര്യം വെച്ചാൽ നിങ്ങൾ ഏത് ടൈപ്പ് ആളാണ് നിങ്ങൾ കണ്ടുപിടിച്ചു. അതായത് നിങ്ങൾക്ക് ഏത് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. അതിനുശേഷം നിങ്ങൾ സ്ട്രാറ്റജിയിലോട്ട് എത്തുന്നു. ആ സ്ട്രാറ്റജി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുന്നു. ഇവിടെയാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യം വരുന്നത്. നിങ്ങളുടെ റിസ്ക് റിവാർഡ് സ്ട്രാറ്റജി നിങ്ങൾ ഡിപ്ലോയ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ്, റിസ്ക് റിവാർഡ്, നിങ്ങളുടെ പേഷ്യൻസ്, ഡിസിപ്ലിൻ ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ കൂടെ, ഈ ഒരു ഫോർമാറ്റിൽ കൂടെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ഫോർമാറ്റിൽ കൂടെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നോർമലായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുന്നുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഹൈ സ്കിൽഡ് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഷെയർ മാർക്കറ്റിനെ ഈ ഒരു ടെക്നിക്കുകൾ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആകാൻ പറ്റും. പക്ഷേ പല ആൾക്കാർ ഇതിനെ അപ്രോച്ച് ചെയ്തെന്ന് വെച്ചാൽ കോടികൾ ഉണ്ടാക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിന്നിപ്പോൾ പൈസ ഉണ്ടാക്കണം, ലോട്ടറി പോലെ പൈസ വരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോടെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് മെജോറിറ്റി ആൾക്കാർ ഇവിടെ ലോസായി നിൽക്കുന്നത്. നിങ്ങൾ നോക്കുന്ന എല്ലാ ആൾക്കാരും ലോസായി നിൽക്കുന്നതിൻ്റെ പ്രധാന കാര്യം ഇതുകൊണ്ടാണ്. പക്ഷേ ഇതിനൊരു ബിസിനസ്സായിട്ട് കണ്ട് ഈ ഒരു ഫോർമാറ്റ് കൃത്യമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് മേഖല എന്ന് വെച്ചാൽ ഷെയർ മാർക്കറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് മാർക്കറ്റിനെ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. അതായത് ഫസ്റ്റ് നിങ്ങൾ ഫണ്ട് മാനേജ്മെൻറ്റ് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ സ്വിംഗ് ട്രേഡ്സുകൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഉറപ്പായിട്ട് നിങ്ങൾ വെക്കുക. അതിനുശേഷം നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ചെയ്യുക. അതായത് നല്ലൊരു SIP നിങ്ങൾ ചെയ്യുക. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോലിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യം ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ഓപ്ഷൻ ബൈയിങ്ങോ എന്ത് കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ ലോസ് വരാതെ പരീക്ഷിച്ച് നോക്കാൻ പറ്റും. ആ പരീക്ഷണത്തിലാണ് നിങ്ങളുടെ സക്സസ് പിന്നീടിരിക്കുന്നത്. അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്ഷൻസിലൂടെ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിവുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകാൻ പറ്റും. അല്ലാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ലോസ് ഉണ്ടാകത്തില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് രണ്ടിലേതിലും ഉറപ്പ് സംഭവിക്കും. അതായത് എങ്ങനെ പോലും നിങ്ങൾ ലോസ് ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. എങ്ങനെയാണ് ഒരു പേഴ്സണൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യാന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് വീഡിയോ ഇടുന്നതാണ്. സോ ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.